ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറേ സെൻറ്റൻസുകളാണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ. പിന്നെ സെൻറ്റൻസുകൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. അതായത് വീഡിയോ കണ്ടു പോവാന്നുള്ളതിലുപരി നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ എവിടെയാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക അവിടേക്ക് അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പം ഇതിൽ പറയാൻ പോകുന്ന സെൻറ്റൻസുകളുണ്ടല്ലോ, അതെന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കുക. മറ്റുള്ളവർ കളിയാക്കുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മറ്റുള്ളവർ കളിയാക്കിയിട്ടേ ഉള്ളൂ, അങ്ങനെയല്ലേ? ഈ സെൻറ്റൻസുകളൊക്കെ തന്നെ 2-3 തവണ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും ബൈഹാർട്ടാവും. പിന്നെ അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയാണ്, ഞാൻ അവളെ കുറേ കാലമായി കണ്ടിട്ട് ഇപ്പോൾ അവൾ കാണാറേ ഇല്ല. അപ്പോൾ നമ്മൾ മറുപടി പറയാം, ഏയ് ഞാൻ അവളെ ഇന്നലെ മാർക്കറ്റിൽ വെച്ച് കണ്ടല്ലോ. എങ്ങനെ ഞാൻ അവളെ ഇന്നലെ മാർക്കറ്റിൽ വെച്ച് കണ്ടു എന്ന് പറയാ? ഐ സോ ഹർ അറ്റ് ദി മാർക്കറ്റ് യെസ്റ്റർഡേ. ഐ സോ ഹർ അറ്റ് ദി മാർക്കറ്റ് യെസ്റ്റർഡേ. ഞാൻ അവളെ ഇന്നലെ മാർക്കറ്റിൽ വെച്ച് കണ്ടു. ഇനി നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു സിനിമയ്ക്ക് പോയി, ഒരാൾ മാത്രം വന്നില്ല. അപ്പോൾ സിനിമ കണ്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ആളോട് പറയാണ്, നിനക്കും കൂടി വരായിരുന്നു, നല്ല സിനിമയായിരുന്നു, നിനക്കും കൂടി ഞങ്ങളുടെ കൂടെ വരായിരുന്നു. അതെങ്ങനെയാ പറയാ? നിനക്ക് കൂടെ ഞങ്ങളുടെ കൂടെ വരായിരുന്നു എന്ന് പറയാൻ യു കുഡ് ഹാവ് കം വിത്ത് അസ്. യു കുഡ് ഹാവ് കം വിത്ത് അസ്. നിനക്ക് ഞങ്ങളുടെ കൂടെ വരായിരുന്നു. ഇനി നമ്മൾ വിശന്ന് വലിഞ്ഞ് വീട്ടിലേക്ക് ഓടിച്ചെന്നു. അമ്മേനോട് പറയാ, ഓ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് നോട്ട് ഈറ്റൻ എനിത്തിങ് യെറ്റ്. ഐ ഹാവ് നോട്ട് ഈറ്റൻ എനിത്തിങ് യെറ്റ്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഇനി നമ്മളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ബ്രദർ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഫാദർ അവിടെ ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അവനിപ്പോൾ വീട്ടിലില്ല എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഹി ഈസ് നോട്ട് അറ്റ് ഹോം നൗ. ഹി ഈസ് നോട്ട് അറ്റ് ഹോം നൗ. അവനിപ്പോൾ വീട്ടിലില്ല. നമ്മളുടെ ഒരു ഫ്രണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോയാലോ? വൈകിട്ട് നീ ഫ്രീ ആണോ? ഈ വൈകിട്ട് നീ ഫ്രീ ആണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ആർ യു ഫ്രീ ഇൻ ദി ഈവനിങ്? ആർ യു ഫ്രീ ഇൻ ദി ഈവനിങ്? ഇന്ന് വൈകിട്ട് നീ ഫ്രീ ആണോ? ഇന്ന് നമ്മുടെ അമ്മ നല്ല ബിസിയാ, നമുക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് പോവാനും ഉണ്ട്. അപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുക, എന്നാൽ പിന്നെ നിനക്കിന്ന് പോയിക്കൂടായിരുന്നോ? അപ്പോൾ നമ്മൾ പറയാണ്, ഏയ് നാളെ ഞങ്ങൾ ഒരുമിച്ച് പോവും, അമ്മ ഇന്ന് ബിസിയാണ് അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റിയില്ല, നാളെ ഞങ്ങൾ ഒരുമിച്ച് പോവും. ഈ നാളെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന എങ്ങനെയാ പറയാ? വി വിൽ ഗോ ടുഗെദർ ടുമോറോ. വി വിൽ ഗോ ടുഗെദർ ടുമോറോ. നാളെ ഞങ്ങൾ ഒരുമിച്ച് പോകും. നമ്മൾ എന്തെങ്കിലും തിരക്കിൽ പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾ കോൾ ചെയ്യാണ്, അപ്പോൾ പിന്നീട് വിളിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? പ്ലീസ് കോൾ മീ ലേറ്റർ. പ്ലീസ് കോൾ മീ ലേറ്റർ. എന്നെ പിന്നീട് വിളിക്കൂ. നമ്മളൊരു എക്സാമിന് പോവാ. ചില എക്സാമിനൊക്കെ ഇൻവിജിലേറ്ററിന് നമ്മൾ ID കാർഡ് കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ തലേന്ന് ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാ, ID കാർഡ് എടുക്കാൻ മറക്കല്ലേ എന്ന് എങ്ങനെയാ പറയാ? ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ ID. ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ ID. ID കാർഡ് എടുക്കാൻ മറക്കരുത്. നീ എന്നാ അവനെ ലാസ്റ്റ് കണ്ടത്? ഞാൻ അവനെ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഞാൻ അവനെ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത് എന്ന്. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ഞാൻ അവനെ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ഇപ്പോൾ സ്കൂളിൽ നേരം വൈകി എത്തി. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ ലേറ്റായേ? ബസ് വരാൻ വൈകി, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത്. അപ്പോൾ ഈ ബസ് വരാൻ വൈകിയെന്ന് എങ്ങനെയാ പറയാ? ദ ബസ് വാസ് ലേറ്റ് ടുഡേ. ദ ബസ് വാസ് ലേറ്റ് ടുഡേ. ബസ് വരാൻ വൈകി, അതുകൊണ്ടാണ് ഞാനും വരാൻ വൈകിയത്. ഒരു കുട്ടി നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നിനക്ക് ആ കുട്ടിയുടെ പേരറിയോ എന്നെങ്ങനെയാ ചോദിക്കുക? ഡു യു നോ ഹർ നെയിം? ഡു യു നോ ഹർ നെയിം?
നിനക്ക് അവളുടെ പേരറിയോ? ഇനി നമ്മളും നമ്മളുടെ സിബ്ലിങ്ങും, ചേട്ടനോ അനിയത്തിയോ ചേച്ചിയോ ആരും ആയിക്കോട്ടെ, വാ നമുക്ക് കളിക്കാം എന്ന് പറയാം. പക്ഷെ നമ്മൾ ജോലി ചെയ്ത് നല്ല ടയേർഡായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിന്ന് നല്ല ക്ഷീണമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പറയാ ഇംഗ്ലീഷിൽ? ഐ ആം വെരി ടയേർഡ് ടുഡേ. ഐ ആം വെരി ടയേർഡ് ടുഡേ. എനിക്കിന്ന് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഞാൻ കളിക്കാനൊന്നും വരുന്നില്ല. ശനിയാഴ്ച ഫ്രണ്ട്സ് എല്ലാവരും സ്കൂൾ വിട്ട് പിരിയാണ്. എന്നിട്ട് ഞായറാഴ്ച അവർ പാർക്കിൽ വെച്ചിട്ട് കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് പാർക്കിൽ വെച്ച് കാണാം എന്ന് നമ്മൾ പറയില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ലെറ്റ്സ് മീറ്റ് അറ്റ് ദി പാർക്ക്. ലെറ്റ്സ് മീറ്റ് അറ്റ് ദി പാർക്ക്. പാർക്കിൽ വെച്ച് കാണാം. നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാറിലാണ് പോകുന്നതെന്ന് വെക്കുക. അപ്പോൾ നമ്മളുടെ ഒരു അയൽവാസി ആളും ആ റൂട്ടിലുള്ള ഒരു കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ, അവർ നമ്മുടെ കൂടെ വരുന്നുണ്ട് എന്നെങ്ങനെയാ പറയാ? ദേ ആർ കമ്മിങ് വിത്ത് us. ദേ ആർ കമ്മിങ് വിത്ത് us. അവർ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കുകയാണ്, പുറത്ത് പോയി കളിച്ചോട്ടെ. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പറയാ പുറത്ത് നല്ല മഴയാ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഇറ്റ്സ് ഹെവിലി റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ്സ് ഹെവിലി റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം കളിക്കാൻ പോവണ്ട. അതുപോലെ ഒരാൾ നമ്മളോട് പറയാണ്, ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചല്ലോ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അപ്പം നമ്മൾ പറയാണ്, എൻ്റെ ഫോൺ കേടായി പോയി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. അപ്പം എൻ്റെ ഫോൺ കേടായെന്ന് എങ്ങനെയാ പറയാ? മൈ ഫോൺ ഈസ് നോട്ട് വർക്കിംഗ്. മൈ ഫോൺ ഈസ് നോട്ട് വർക്കിംഗ്. എൻ്റെ ഫോണ് വർക്ക് ചെയ്യുന്നില്ല, കേടായിപ്പോയി. നമ്മുടെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷെ ഓർഡർ ചെയ്ത് കഴിച്ചു തുടങ്ങിയതിൻ്റെ ശേഷം അവൾ പറഞ്ഞു, എനിക്കിത് വേണ്ട, നീ കഴിച്ചോ. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വേറൊരു ഫ്രണ്ട് പറയാണ്, അവൾക്ക് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഷീ ഡസ് നോട്ട് ലൈക്ക് സ്പൈസി ഫുഡ്. ഷീ ഡസ് നോട്ട് ലൈക്ക് സ്പൈസി ഫുഡ്. അവൾക്ക് സ്പൈസി ആയിട്ടുള്ള എരിവുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നിനക്ക് തന്നത്, നീ കഴിച്ചോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ വിളിച്ചാൽ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് രാത്രി വിളിച്ച് നമ്മൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ, എടി ഞാനിപ്പോൾ ഫോൺ വയ്ക്കുക, ഞാൻ നിന്നെ നാളെ വിളിക്കാം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ വിൽ കോൾ യു ഇൻ ദി മോർണിംഗ്. ഐ വിൽ കോൾ യു ഇൻ ദി മോർണിംഗ്. ഞാൻ നിന്നെ രാവിലെ വിളിക്കാം, ഇപ്പം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ഇട്ടിരിക്കുക. അപ്പം അമ്മ ചോദിക്കുക, ഫ്രണ്ട് വരാന്ന് പറഞ്ഞില്ലേ, അവൻ എവിടെ? ഇതാ അവൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന്? ഹീ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ഹീ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. അവൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും നമ്മളെ വിളിക്കുകയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയാണ്, ഞങ്ങളിപ്പോൾ പുറത്ത് പോയി കഴിക്കാൻ നിൽക്കുകയാണ്, പിന്നെ ആവട്ടെ എന്ന് പറയാൻ എങ്ങനെയാ പറയാ? ഞങ്ങളിപ്പോൾ പുറത്ത് പോയി കഴിക്കാൻ നിൽക്കുകയെന്ന് എങ്ങനെയാ പറയാ? വി ആർ ഗോയിങ് ഫോർ എ ലഞ്ച് നൗ. വി ആർ ഗോയിങ് ഫോർ എ ലഞ്ച് നൗ. ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാൻ നിൽക്കുകയാണ്, ഉച്ചഭക്ഷണം പുറത്ത് പോയി കഴിക്കാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ. ഇപ്പോൾ കുട്ടി ഒരു ബുക്ക് തുറന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുക, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക, കുട്ടി മറുപടി പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ ഒരു പീരീഡ് ക്ലാസ്സിൽ ടീച്ചർ വന്നില്ല എന്നുണ്ടെങ്കിൽ പിള്ളേർ ആകെ ബഹളമായിരിക്കും അല്ലേ? അപ്പം ലീഡർ പറയാണ്, ഒച്ച വയ്ക്കരുത്. ഈ ഒച്ച വയ്ക്കരുത് എന്നുള്ളതിന് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? ഡോണ്ട് മേക്ക് നോയ്സ്. ഡോണ്ട് മേക്ക് നോയ്സ്. ഒച്ച വയ്ക്കരുത്. നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയി റൂമിൽ കിടന്നു. അപ്പോൾ അമ്മ എണീറ്റ് വേഗം പോകുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ ചോദിക്കുക, എങ്ങോട്ടാ പോകുന്നേ? അപ്പോൾ അമ്മ പറയാ, ഞാൻ ഡോറ് കുറ്റിയിടാൻ മറന്നു. ഡോർ ഞാൻ ലോക്ക് ചെയ്യാൻ മറന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ ഫോർഗോട്ട് ടു ലോക്ക് ദ ഡോർ. ഐ ഫോർഗോട്ട് ടു ലോക്ക് ദ ഡോർ. ഞാൻ ഡോറ് ലോക്ക് ചെയ്യാൻ മറന്നു. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ, അപ്പോൾ വരാം. ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ തമ്മിൽ നല്ല അടി ഉണ്ടാക്കി. അപ്പോൾ ടീച്ചർ വന്നിട്ട് അത് കണ്ടു നിന്ന് ഒരു കുട്ടീനോട് ചോദിച്ചു, ഇവിടെ എന്താ ഉണ്ടായേ?
അപ്പോൾ ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ടീച്ചർക്ക് അത് വിശ്വാസമായി. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, അവൻ സത്യം മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അവൻ സത്യം മാത്രം പറയുന്ന ആളാന്ന് എങ്ങനെയാ പറയാ ഇംഗ്ലീഷിൽ? ഹി ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത്. ഹി ഓൾവേസ് ടെൽസ് ദ ട്രൂത്ത്. അവൻ എപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് അവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എനിക്കത് വിശ്വാസമാണ്. ഞാൻ രണ്ടാമതൊന്നും ചിന്തിക്കാറില്ല. ഇനി നമ്മൾ ലൈബ്രറിയിൽ പോയിട്ടൊരു ബുക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ വായിച്ചു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിന് അത് സജസ്റ്റ് ചെയ്യാണ്, ഇത് നല്ല ബുക്കാണ് എന്ന്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ദിസ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദിസ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് നല്ല ബുക്കാണ്, വായിക്കാൻ നല്ല ബുക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ടീച്ചർ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല എന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്കത് മനസ്സിലായില്ല. ഒരു കുട്ടി കുറേ നേരം ഓടിക്കളിച്ചു. എന്നിട്ട് പറയാണ്, ഞാൻ കുറേ നേരം ഓടി ആകെ ക്ഷീണിച്ചു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഐ വോണ്ട് ടു ഡ്രിങ്ക് സം വാട്ടർ. ഐ വോണ്ട് ടു ഡ്രിങ്ക് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. നമ്മുടെ ആൻറ്റിയോ അങ്കിളോ ആരെങ്കിലുമൊക്കെ നമ്മൾ ഫോൺ ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുക, മോളെ അമ്മ എവിടെ? അപ്പോൾ അമ്മ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എങ്ങനെയാ പറയാ? ഷീ ഈസ് കുക്കിംഗ് നൗ. ഷീ ഈസ് കുക്കിംഗ് നൗ. അമ്മ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇന്നലെ കണ്ടു. അപ്പം ഇന്ന് പോയിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ നിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടല്ലോ, നീ എവിടെ പോയതായിരുന്നു? ഇന്നലെ നീ എവിടെ പോയതായിരുന്നു എന്നുള്ളത് എങ്ങനെയാ ഇംഗ്ലീഷിൽ ചോദിക്കുക? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ. ഇന്നലെ നിങ്ങൾ എങ്ങോട്ട് പോയതായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു ലേറ്റായിട്ട് ക്ലാസ്സിൽ ചെല്ലുന്നു. ടീച്ചർ ചോദിക്കുന്നു, എന്താ ലേറ്റ് ആയത്? അപ്പോൾ ബസ് ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു. ഇനി എനിക്ക് ബസ് കിട്ടിയില്ല എന്നെങ്ങനെയാ പറയാ? ഐ മിസ്ഡ് ദ ബസ്. ഐ മിസ്ഡ് ദ ബസ്. എനിക്ക് ബസ് കിട്ടിയില്ല. ഞാൻ ലേറ്റായി, അതുകൊണ്ട് ബസ്സിന്റെ പാട്ടിന് പോയി. അതാണല്ലോ ഈ ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെയൊക്കെ കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരും അല്ലേ? അപ്പോൾ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചാൽ കുഞ്ഞ് ഉറങ്ങുക എന്നെങ്ങനെയാ പറയാ? ദി ബേബി ഈസ് സ്ലീപ്പിംഗ്. ദി ബേബി ഈസ് സ്ലീപ്പിംഗ്. കുഞ്ഞ് ഉറങ്ങുകയാണ്. നമുക്കൊരു കോള് വന്നു. റേഞ്ച് ഇഷ്യൂ കാരണം വോയിസ് ബ്രേക്ക് ആയിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, ശരിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ കാൺഡ് ഹിയർ യു പ്രോപ്പർലി. ഐ കാൺഡ് ഹിയർ യു പ്രോപ്പർലി. എനിക്ക് നിങ്ങൾ പറയുന്നത് ശരിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഹി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഹി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അവൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാൻ നമ്മളെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? ദി എക്സാം വാസ് വെരി ഡിഫിക്കൽട്ട്. ദി എക്സാം വാസ് വെരി ഡിഫിക്കൽട്ട്. പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടൊരു ഭാഗത്തിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, എന്തു പറ്റി? അപ്പോൾ ആൾ പറയാണ്, ഒരു സുഖമില്ല. ഈ സുഖമില്ല എന്ന് എങ്ങനെയാ പറയാ ഇംഗ്ലീഷിൽ? ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് ഒരു സുഖമില്ല. കുറേ പേര് ഇരുന്നിട്ട് എന്തോ പഠിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയാണ്, നമ്മൾ കുറേ നേരമല്ലേ പഠിക്കുന്നത്, നമുക്ക് കുറച്ച് നേരം ഒരു ബ്രേക്ക് എടുത്താലോ എന്ന്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്താലോ എന്നുള്ളതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ, എന്നിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം പഠിക്കുന്നത്. ഇനി നമ്മൾ ഒരാളെ കോൾ ചെയ്തു, പക്ഷെ നമ്മൾ കോൾ ചെയ്തിട്ടും ആ ആൾ കോൾ എടുത്തില്ല. ഉദാഹരണത്തിന്, അവൾ കോൾ എടുത്തില്ല. അവൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീ ഡിഡിൻ ആൻസർ മൈ കോൾ. ഷീ ഡിഡിൻ ആൻസർ മൈ കോൾ. ഞാൻ വിളിച്ചു, പക്ഷെ അവൾ എൻ്റെ കോള് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ സെൻറ്റൻസുകളായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ബൈ.